നമസ്കാരം, പീസ് ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ലബോറട്ടറി അസിസ്റ്റന്റ് സെയിൽസ്മാൻ കേരള ദേവസ്വം ബോർഡ് LDC പരീക്ഷകളിൽ എത്തിക്കഴിഞ്ഞു. അതിനു വേണ്ടിയിട്ട് ഒരു 20 ഡേയ്സ് സ്പ്രിന്റ് ചലഞ്ച് ക്ലാസ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മത്സര പരീക്ഷകളിൽ പേപ്പറും പേനയും ഉപയോഗിക്കാതെ ഉത്തരത്തിലെത്താൻ കഴിയുന്ന 25 കണക്ക് ചോദ്യങ്ങളാണ്. ശ്രദ്ധിക്കുക, മത്സര പരീക്ഷകളിൽ പേപ്പറും പേനയും ഉപയോഗിക്കാതെ ഉത്തരത്തിലെത്താൻ കഴിയുന്ന 25 കണക്ക് ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, അർദ്ധവൃത്തത്തിന്റെ ഡിഗ്രി അളവ് എത്രയാണ്? ഉത്തരം 180 ഡിഗ്രിയാണ്. അർദ്ധവൃത്തത്തിന്റെ ഡിഗ്രി അളവ് എത്രയാണ്? 180 ഡിഗ്രിയാണ്. ഒരു പൂർണ്ണ വൃത്തത്തിന്റെ ഡിഗ്രി അളവ് എത്രയാ സുഹൃത്തുക്കളെ? അത് 360 ഡിഗ്രി ആണല്ലേ. ഒരു പൂർണ്ണമായ ഒരു വൃത്തത്തിന്റെ മൊത്തം അതിന്റെ അളവ് എത്രയെന്ന് ചോദിച്ചാൽ, അല്ലെ കോണളവ് എത്രയെന്ന് ചോദിച്ചാൽ അത് 360 ഡിഗ്രിയാണ്. അതുകൊണ്ട് ഈ 360 ഡിഗ്രിയുടെ പകുതി അല്ലേ സുഹൃത്തുക്കളെ അർദ്ധവൃത്തത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അത് 180 ഡിഗ്രി ആയിരിക്കും. അപ്പോ ഒരു അർദ്ധവൃത്തത്തിനുള്ളിലുള്ള മൊത്തം അളവ് എത്രയെന്ന് ചോദിച്ചാൽ എത്രയാ? അത് 180 ഡിഗ്രിയാണ്. രണ്ടാമത്തെ ചോദ്യം, അർദ്ധവൃത്തത്തിലെ കോണളവ് എത്രയാണ്? ഒരു അർദ്ധവൃത്തത്തിൽ ഉണ്ടാകുന്ന കോണുകളുടെ അളവ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, അത് 90 ഡിഗ്രിയാണ്. ഇത് രണ്ടും അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. PSCയുടെ സ്ഥിരം ചോദ്യ സാന്നിധ്യങ്ങളാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. അതുകൊണ്ട് നമ്മൾ പഠിക്കണം. അർദ്ധവൃത്തത്തിലെ കോണളവ് എത്രയെന്ന് ചോദിച്ചാൽ അത് 90 ഡിഗ്രിയാണ്. മനസ്സിലായ സുഹൃത്തുക്കളെ? ചിത്രത്തിലേക്ക് ശ്രദ്ധിക്കുക. ഒന്നുകൂടെ പറയാം. ഒരു പൂർണ്ണ വൃത്തമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, പൂർണ്ണ വൃത്തത്തിൽ മൊത്തം എത്രയുണ്ട്? 360 ഡിഗ്രി ആയിരിക്കും ആംഗിൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു അർദ്ധവൃത്തമാകുമ്പോൾ ആ 360ന്റെ പകുതി 180 ഡിഗ്രി ആയിരിക്കും ആ അർദ്ധവൃത്തത്തിനുള്ളിലെ മുഴുവൻ ആംഗിൾ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഒരു അർദ്ധവൃത്തത്തിലെ കോണളവ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു അർദ്ധവൃത്തത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു കോണളവ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കുമെന്ന് ചോദിച്ചാൽ അത് 90 ഡിഗ്രി ആയിരിക്കും. എത്രയാണ്? 90 ഡിഗ്രിയും ആയിരിക്കും. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ 4ന്റെ ഗുണിതം ഏതെന്നാണ്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ 4ന്റെ ഗുണിതം ഏതെന്നാണ്? വളരെ ഈസിയാണ് സുഹൃത്തുക്കളെ ഇത് കണ്ടുപിടിക്കാനായിട്ട്. നമുക്ക് ഓപ്ഷനിൽ കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതാണ് 4ന്റെ ഗുണിതം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4ന്റെ ഗുണിതം കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ, 4ന്റെ ഗുണിതം കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് തന്നിരിക്കുന്ന സംഖ്യയുടെ ഏറ്റവും അവസാനത്തെ 2 നമ്പർ ചേരുമ്പോൾ നമുക്കൊരു സംഖ്യ ലഭിക്കും അല്ലേ. നമുക്കൊരു സംഖ്യ തന്നിരിക്കും. ആ സംഖ്യയുടെ ഏറ്റവും അവസാനത്തെ 2 അക്കങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു നമ്പർ കിട്ടും. ആ നമ്പർ എന്ന് പറയുന്നത് 4ന്റെ ഗുണിതമാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. അതിൽ തന്നെ PSCയുടെ ഓപ്ഷനകത്ത് ഒരേ ഒരു നമ്പർ മാത്രമേ 4ന്റെ ഗുണിതമായിട്ട് വരുള്ളൂ. അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ എയിൽ അവസാനത്തെ 2 അക്കങ്ങൾ ചേരുമ്പോൾ നമുക്ക് 54 എന്ന് പറഞ്ഞൊരു നമ്പർ ലഭിച്ചു അല്ലെ. 54 4ന്റെ ഗുണിതമാണോ? അല്ല. അതുകൊണ്ട് അത് ഉത്തരമല്ല. ഇനി നേരെ വന്നിട്ട് C എന്ന് പറയുന്ന ഓപ്ഷന്റെ ഏറ്റവും അവസാനത്തെ 2 അക്കങ്ങൾ ചേർക്കുമ്പോൾ നമുക്ക് 74 എന്ന് കിട്ടി. 74 4ന്റെ ഗുണിതമാണോ? അല്ല. ഇനി നമുക്ക് D എന്നുള്ള ഓപ്ഷനിലേക്ക് പോകാം. D എന്നുള്ള ഓപ്ഷനിലെ ഏറ്റവും അവസാനത്തെ 2 നമ്പറുകൾ ചേർത്തപ്പോൾ നമുക്ക് 46 എന്ന് പറഞ്ഞ് പുതിയൊരു നമ്പർ കിട്ടി. അത് 4ന്റെ ഗുണിതമാണോ? അല്ല. സ്വാഭാവികമായിട്ടും നമ്മുടെ ഓപ്ഷൻ B is the right answer. കാരണം 28 എന്ന് പറയുന്നത് 4ന്റെ ഗുണിതമാണ്. 7 4 ആണല്ലേ 28. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ B is the right answer. 2-3 തവണ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരം എത്തുന്നതാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ 5ന്റെ ഗുണിതം അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നത് 5ന്റെ ഗുണിതം അല്ലാത്തത് ഏതെന്നാണ്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തുന്നതാണ്. എന്തെന്ന് ചോദിച്ചാല്, ഒരു സംഖ്യ 5ന്റെ ഗുണിതമാണോ അല്ലയോ എന്ന് നോക്കാനായിട്ട് ആ സംഖ്യ അവസാനിക്കുന്നത് 5ലോ 0ലോ ആണോ എന്ന് നോക്കിയാൽ മാത്രം മതി. വേറെ ഒരു ജോലിയും നമുക്കില്ല. അപ്പോ താഴെ തന്നിരിക്കുന്നതില് 5ന്റെ ഗുണിതമാണോ 5ന്റെ ഗുണിതം അല്ലയോ എന്നൊക്കെയുള്ള ചോദ്യം വന്നു കഴിഞ്ഞാല് ഒന്നും നോക്കേണ്ട കാര്യമില്ല. തന്നിരിക്കുന്ന സംഖ്യ അവസാനിക്കുന്നത് 5ലാണ് എങ്കിലോ അല്ലെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യ അവസാനിക്കുന്നത് 0ലാണോ എങ്കിലോ മാത്രമേ ആ സംഖ്യ 5ന്റെ ഗുണിതമായിട്ട് വരുള്ളൂ. ഓക്കെ ആണേ. അപ്പൊ ഓപ്ഷൻ എയുടെ അവസാനം എന്താ? 0ലാണ്. അതുകൊണ്ട് അത് ഉറപ്പായും 5ന്റെ ഗുണിതമായിരിക്കും. B ഓപ്ഷന്റെ അവസാനം എന്താ വന്നിരിക്കുന്നത്? 0ആണ്. അതുകൊണ്ട് തന്നെ ആ സംഖ്യയും എന്താണ്? 5ന്റെ ഗുണിതമായിരിക്കും. ഇനി C എന്ന് പറയുന്നത് അവസാനിക്കുന്നത് 5ലാണ്. 5ലോ 0ലോ അവസാനിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ സംഖ്യ 5ന്റെ ഗുണിതമായിരിക്കും.
അതുകൊണ്ട് സി എന്ന് പറയുന്ന ഓപ്ഷനും 5ന്റെ ഗുണിതം തന്നെയാണ്. ഇനി ഡി എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വന്ന് നോക്കൂ. അവസാനം ഏതിലാണ് വന്ന് നിൽക്കുന്നത്? 4ലാണ് വന്ന് നിൽക്കുന്നത്. നമ്മുടെ നിയമപ്രകാരം ഒന്നുകിൽ സംഖ്യയുടെ ഏറ്റവും അവസാനം 0 വരണം, അല്ലെങ്കിൽ 5 വരണം. എങ്കിൽ മാത്രമേ ആ സംഖ്യ 5ന്റെ ഗുണിതമായിട്ട് പരിഗണിക്കാൻ പറ്റുള്ളൂ. ഇവിടെ എത്രയാ വന്നേക്കുന്നത്? 4ആണ് ഓപ്ഷൻ ഡിയിൽ വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സംഖ്യ 5ന്റെ ഗുണിതമല്ല. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആയിട്ട് മാറി. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ സുഹൃത്തുക്കൾക്ക് പേപ്പറും പേനയും ഒന്നും വേണ്ട, ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഓപ്ഷനിലൂടെ ഒന്ന് കടന്നു പോയാൽ തന്നെ നമ്മുടെ ഉത്തരം നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ അടുത്ത ചോദ്യം, 4/101ന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്ര? 4/101ന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്രയാണ്? ഉത്തരം 4ആണ്. ഇതെങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ വളരെ ഈസിയാണ്. പേപ്പറും പേനയും ഒന്നും വേണ്ട, ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടും. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ 2 പോയിന്റ് നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സുഹൃത്തുക്കളെ, എന്താ കൃത്യംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കൃത്യംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന 4ന് മുകളിൽ നമ്മൾ 101 എഴുതിയിട്ടില്ലേ സുഹൃത്തുക്കളെ? ഇതിനെ വിളിക്കുന്ന പേരാണ് കൃത്യംഗം. ഓക്കെ ആണേ? 4ന് മുകളിൽ ഏതെങ്കിലും ഒക്കെ സംഖ്യ ആവട്ടെ, അല്ലെങ്കിൽ 2ന് മുകളിലാവട്ടെ, ഏതെങ്കിലും ഒരു സംഖ്യയുടെ മുകളിൽ നമ്മൾ എഴുതിയിരിക്കുന്ന സംഖ്യകളെയാണ് കൃത്യംഗം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതാണ് നമ്മൾ ആദ്യം പഠിച്ചു വെക്കേണ്ട പോയിന്റ്. ഓക്കെ ആണേ? ഇനി നമുക്ക് അടുത്ത പോയിന്റിലോട്ട് കടക്കാം. അപ്പൊ കൃത്യംഗം എന്നത് മനസ്സിലായി കഴിഞ്ഞു. നമുക്ക് ഇനി കൃത്യംഗം എന്ന് പറയുന്നത് നമ്മുടെ 4ന്റെ കേസിൽ മാത്രമാണ് കേട്ടോ. 4 എന്ന് പറയുന്ന സംഖ്യയുടെ കേസിൽ മാത്രമാണ് പറയുന്നത്. കൃത്യംഗം എന്ന് പറയുന്നത് ഒറ്റ സംഖ്യയായിട്ട് വന്നു കഴിഞ്ഞാൽ, കൃത്യംഗം ഒറ്റ സംഖ്യയായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരത്തിന്റെ ഒറ്റയുടെ സ്ഥാനത്തുള്ള അക്കം എത്രയെന്ന് ചോദിച്ചാൽ അത് 4 തന്നെയായിരിക്കും. ഫസ്റ്റ് പോയിന്റ് പക്ക. ഓക്കെ ആണേ? പോയിന്റ് ഇത്രേ പറഞ്ഞോളൂ. 4ന്റെ കൃത്യംഗം അല്ലെങ്കിൽ 4ന് മുകളിൽ എഴുതിയിരിക്കുന്ന സംഖ്യ എന്ന് പറയുന്ന സാധനം ഒറ്റ സംഖ്യയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒറ്റയുടെ സ്ഥാനത്തുള്ള അക്കം ഏതെന്ന് ചോദിച്ചാൽ അത് 4 തന്നെയായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോ ഇരട്ട സംഖ്യ വന്നാൽ എന്തായിരിക്കും? വേറൊന്നുമില്ല, കൃത്യംഗം എന്ന് പറയുന്നത് ഇരട്ട സംഖ്യയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ ഒറ്റയുടെ അക്കം എന്ന് പറയുന്നത് 6 ആയിരിക്കും. ഈ 2 പോയിന്റ് ഓർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് 1 മാർക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോ കൃത്യംഗം നോക്കുക. കൃത്യംഗം ഒറ്റ സംഖ്യയാണെങ്കിൽ ഉറപ്പായിട്ടും ഒറ്റയുടെ സ്ഥാനം എത്രയായിരിക്കും? 4 ആയിരിക്കും. അതുപോലെ തന്നെ കൃത്യംഗം എന്ന് പറയുന്നത് ഇരട്ട സംഖ്യ ആണെങ്കിൽ ഉറപ്പായിട്ടും അത് എത്രയായിരിക്കും? ഒറ്റയുടെ അക്കത്ത് 6 ആയിരിക്കും. സുഹൃത്തുക്കൾ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. 4 എന്ന് പറയുന്ന സംഖ്യയുടെ മുകളിൽ ഏതെങ്കിലും വന്നാൽ മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാതെ എല്ലാ സംഖ്യക്കും കൃത്യംഗത്തിന്റെ മുകളിൽ നോക്കിയിട്ട് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റൂല. 4 എന്ന് പറയുന്ന സംഖ്യയുടെ മുകളിൽ ഇനി 5000 ആവട്ടെ, 10000 ആവട്ടെ, 1,00,000 ആവട്ടെ, 10,00,000 ആവട്ടെ, അല്ലെങ്കിൽ 15 ആവട്ടെ, 20 ആവട്ടെ, ഏതൊരു സംഖ്യ വന്നു കഴിഞ്ഞാലും, കൃത്യമായിട്ട് വന്നു കഴിഞ്ഞാലും നമുക്ക് ഈ ഒരൊറ്റ മെത്തേഡിൽ കൂടെ മാത്രമേ ഉത്തരത്തിൽ എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് സുഹൃത്തുക്കൾ ഓർക്കുക. ഒന്നുകൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. 4ന്റെ മുകളിൽ നമ്മൾ എഴുതിയിരിക്കുന്നതിനെ കൃത്യംഗം എന്ന് പറയും. ആ കൃത്യംഗം ഒറ്റ സംഖ്യ ആണെങ്കിൽ ഉത്തരം എന്തായിരിക്കും? 4 ആയിരിക്കും. ഇരട്ട സംഖ്യ ആണെങ്കിൽ ഉത്തരം എത്രയായിരിക്കും? 6 ആയിരിക്കും. ക്വസ്റ്റ്യൻ വായിച്ച് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. നമ്മുടെ അടുത്ത ചോദ്യം, 6/18ന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്രയാണ്? ഉത്തരം ബി ആണ്, 6 ആണ് ഉത്തരം കേട്ടോ. 6/18ന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്രയെന്ന് ചോദിച്ചാൽ അത് 6 ആയിരിക്കും. ഇങ്ങനെയുള്ള പോയിന്റ് സുഹൃത്തുക്കൾക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട. 6ന് റൈസ് ചെയ്തിട്ട് ഇനി 100 ആവട്ടെ, ഇനി 500 ആവട്ടെ, ഇനി 1000 ആവട്ടെ, 1,00,000, 1 കോടി ആവട്ടെ, അതിന്റെ ഒറ്റയുടെ അക്കത്തുള്ള നമ്പർ എന്ന് പറയുന്നത് ഏതായിരിക്കും? 6 തന്നെ ആയിരിക്കും. അവിടെ ഇരട്ട സംഖ്യയൊന്നോ ഒറ്റ സംഖ്യയൊന്നോ ഒന്നുമില്ല കേട്ടോ. 6ന് മുകളില് കൃത്യംഗമായിട്ട് ഏത് നമ്പർ വേണോ വന്നോട്ടെ, അതിന്റെ ഒറ്റയുടെ അക്കത്തെ സ്ഥാനം എപ്പോഴും ആര് തന്നെ ആയിരിക്കും? 6 തന്നെ ആയിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ഒക്കെ നാളെ നമ്മുടെ എക്സാമിന് വന്നു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് 1 മാർക്ക് ഒപ്പിക്കാം. അപ്പൊ 6 എത്ര വേണോ വന്നോട്ടെ, ഒറ്റ സംഖ്യ എന്നില്ല, ഇരട്ട സംഖ്യ എന്നില്ല, ഏതൊരു നമ്പർ വന്നോട്ടെ, അതിന്റെ ഒറ്റയുടെ അക്കത്തെ സ്ഥാനം എപ്പോഴും എന്തായിരിക്കും? 6 തന്നെയായിരിക്കും. പഠിക്കുക. അടുത്ത ചോദ്യം, 9/21ന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്രയാണ്? 9/21ന്റെ ഒറ്റയുടെ അക്കത്തെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം 9 ആണ്. നേരത്തെ നമ്മൾ 4 പറഞ്ഞ അതേ സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെയും ഉള്ളത്. 9ന് മുകളിൽ എന്ത് എഴുതി കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? കൃത്യംഗം. ഏതൊരു സംഖ്യയുടെ മുകളിൽ എഴുതിക്കുന്ന സംഖ്യകളെ നമ്മൾ കൃത്യംഗം എന്ന് പറയുന്നു. ഇവിടെ നോക്കാനുള്ളത്
കൃത്യംഗം എന്ന് പറയുന്നത് ഒറ്റ സംഖ്യയാണ് എന്നുണ്ടെങ്കിൽ അവസാനത്തെ അക്കം എന്തായിരിക്കും? 9 ആയിരിക്കും. കൃത്യംഗം എന്ന് പറയുന്നത് ഒറ്റ സംഖ്യയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഏറ്റവും അവസാനത്തെ അക്കം എന്തായിരിക്കും? 9 ആയിരിക്കും. ഇനി കൃത്യംഗം എന്ന് പറയുന്നത് ഇരട്ട സംഖ്യയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് 1 ആയിരിക്കും. അവസാനത്തെ ആ സംഖ്യയുടെ ഏറ്റവും അവസാനത്തെ അക്കം എന്ന് പറയുന്നത്. ഒന്നുമില്ല, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. 9 ഏതൊരു നമ്പരും വന്നോട്ടെ, നമ്മുടെ 4 പറഞ്ഞത് കണക്ക് തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. സംഖ്യകൾ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. 9 റൈസ് ചെയ്ത് ഒറ്റ സംഖ്യയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഉത്തരം 9. ഇരട്ട സംഖ്യയാണെന്ന് വരുന്നതെന്നുണ്ടെങ്കിൽ ഉത്തരം എന്തായിരിക്കും? 1 ആയിരിക്കും. ഒന്ന് ഓർത്തു വെച്ച്. അടുത്ത ചോദ്യം, രാഘവൻ 4 മീറ്റർ വടക്കോട്ടും പിന്നീട് 3 മീറ്റർ കിഴക്കോട്ടും നടന്നു. എന്നാൽ തുടങ്ങിയ സ്ഥലത്ത് നിന്നും രാഘവൻ എത്ര ദൂരത്തിലാണ്? ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാല് അതിനകത്തുള്ളത് 3ഉം 4ഉം ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആലോചിക്കുക, അടുത്ത വരാൻ പോകുന്ന സംഖ്യ ആരായിരിക്കും? 5 ആയിരിക്കും. കാരണം എന്തെന്ന് ചോദിച്ചാല് ഇങ്ങനെ 3, 4 എന്ന് പറഞ്ഞിട്ട് അടുത്ത വരാനുള്ള സംഖ്യ 5 ആവുന്നതിന് കാരണം വേറൊന്നുമില്ല, അതൊരു മട്ടത്രികോണമായിട്ട് കൺസിഡർ ചെയ്താൽ മാത്രമേ നമുക്ക് ഉത്തരം കിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ്, വേറൊന്നുമില്ല, അയാൾ നടന്നത് വെച്ചിട്ട് നമുക്കൊരു മട്ടത്രികോണം ഉണ്ടാക്കാൻ പറ്റും. ആ മട്ടത്രികോണത്തിന്റെ കർണം നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാല് അപ്പോൾ നിൽക്കുന്ന പോയിന്റിൽ നിന്നും അയാൾ എത്ര ദൂരെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇതൊന്നും നമ്മൾ ഓർക്കേണ്ട കാര്യമില്ല. എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഒരാള് 4 മീറ്റർ വടക്കോട്ട് നടക്കുകയോ എങ്ങോട്ട് വേണോ നടന്നോട്ടെ, അടുത്തത് 3 മീറ്റർ നടക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത വരാൻ പോകുന്ന ഉത്തരം ഏതായിരിക്കും? 5 തന്നെയായിരിക്കും. അല്ലാതെ PSC ഇതുവരെ മാറ്റി ചോദിച്ചിട്ടില്ല. 5 തന്നെയായിരിക്കും ഉത്തരം വരാൻ പോകുന്നത്. ഇങ്ങനെയുള്ള മറ്റൊരു സെറ്റും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് 5, 12, 13. ഈ ഒരു സെറ്റ് കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം സുഹൃത്തുക്കളെ. അപ്പൊ 3, 4, 5. അപ്പോ 3ഉം 4ഉം ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 5 ആയിരിക്കും ഉത്തരം. ഇനി 5ഉം 12ഉം തന്നു കഴിഞ്ഞാൽ ഉത്തരം എത്രയായിരിക്കും? 13 ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ വേറെ ചില സംഖ്യകളായിരിക്കും കാണുന്നത്. അങ്ങനെ കാണുന്നുണ്ടെങ്കിലും ഉറപ്പായിട്ടും ചിന്തിച്ചോളുക, ഈ പറഞ്ഞിരിക്കുന്ന സംഖ്യകളെ ഒന്നുകിൽ 2 കൊണ്ട് ഗുണിച്ച ഉത്തരമായിരിക്കും. അതായത് 3, 4, 5 എന്ന് പറയുന്ന സംഖ്യകളെ 2 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 6, 8, 10 എന്ന് കിട്ടും. ഒന്നുകിൽ ഓപ്ഷനിൽ ഇതായിരിക്കും കാണുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഈ 3, 4, 5നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരമായിരിക്കും 3നെ 3 കൊണ്ട് ഗുണിച്ചാൽ 9, 3നെ 4 കൊണ്ട് ഗുണിച്ചാൽ 12, ഇനി 5 കൊണ്ട് 3നെ ഗുണിച്ചാൽ 15. ഇങ്ങനെയുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇനി ഈ തന്നിരിക്കുന്ന 3, 4, 5നെ 4 കൊണ്ട് ഗുണിച്ചപ്പോൾ കിട്ടുന്ന ഉത്തരമായിരിക്കും നമുക്ക് വരുന്നത്. അതെത്രയാണ്? 3, 4, 12, 16, 4, 20. ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ 5 കൊണ്ട് ഗുണിച്ചതായിരിക്കും. ഏതിനെയാണ്? 3, 4, 5നെ 5 കൊണ്ട് ഗുണിച്ചൊരു ഓപ്ഷൻ ആയിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ എത്രയാ വരുന്നത്? 3, 15, 4, 20, 5, 25. ഇങ്ങനെയും ഓപ്ഷൻ വരാം. ഇല്ലെന്നുണ്ടെങ്കിൽ PSC ചോദിക്കുന്നത് ഈ 3, 4, 5നെ 10 കൊണ്ട് ഗുണിച്ചതിന്റെ ഉത്തരമായിരിക്കും. അതായത് 30, 40, 50 എന്നായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ 20 കൊണ്ട് ഗുണിച്ചതും ചോദിച്ചിട്ടുണ്ട്. എത്രയാണ്? 60, 80, അതുപോലെ 100. ഇങ്ങനെ ഇത്രയും മാത്രമേ ഇതുവരെയും PSCയുടെ ഏതൊരു എക്സാമിലും ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ട് ഓപ്ഷനകത്ത് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു കൺഫ്യൂഷനും വേണ്ട സുഹൃത്തുക്കളെ. ഈ 3, 4, 5 എന്നുള്ളത് വളരെ ഈസി ആയിട്ട് PSC ചോദിക്കുന്നതാണ്. ഒന്നുകൂടെ സ്റ്റെപ്പ് ടൈറ്റ് ആയി കഴിഞ്ഞാൽ 6, 8, 10 ആവും ഓപ്ഷൻ. ഒന്നുകൂടെ ടൈറ്റ് കഴിഞ്ഞാൽ 9, 12, 15 ആവും. ഒന്നുകൂടെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 12, 16, 20 ആകും. ഇനി ഏറ്റവും ടഫ് ആയിട്ടായിരിക്കും മിക്കവാറും 60, 80, 100 ഒക്കെ വരുന്നത്. അതുകൂടെ ഒന്ന് ഓർക്കുക. ഈ സെയിം സിറ്റുവേഷൻ തന്നെയാണ് ഈ 5, 12, 13 വരുന്നത്. അതിനെയും 2 കൊണ്ടും 3 കൊണ്ടും 4 കൊണ്ടും ഭാഗിച്ചതിനുള്ള ഉത്തരങ്ങളായിരിക്കും ഓപ്ഷന് വരുന്നത്. ഇതുവരെ PSC ചോദിച്ചത് 2, 3, 4 കൊണ്ട് ഗുണിച്ചതിനുള്ള ഉത്തരങ്ങളാണ്. മാക്സിമം പോയി കഴിഞ്ഞാൽ 10 കൊണ്ട് ഗുണിച്ചത് വരെ PSC ചോദിച്ചിട്ടുണ്ട്. അതിന്റെ അപ്പുറം ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഒരു ചോദ്യത്തിന് ഓപ്ഷൻ ഇതുവരെയും PSC സെറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് സുഹൃത്തുക്കൾക്ക് പേപ്പറും പേനയും വരച്ചു ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. രാഘവൻ 4 മീറ്റർ വടക്കോട്ട് നടന്നു, പിന്നീട് 3 മീറ്റർ കിഴക്കോട്ട് നടന്നു. എന്നാൽ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് രാഘവൻ എത്ര ദൂരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷനിൽ 5 ഉണ്ടോ? ആൻസർ കൊടുക്കാം. ഇനി നേരെ തിരിച്ച് ഇതിന്റെ തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ളതായിരിക്കും അടുത്ത വരുന്നത്. അതായത് ചിലപ്പോൾ വരുന്നത് രാഘവൻ എത്രയാണ്? 6 മീറ്റർ സഞ്ചരിച്ചു, അതിനുശേഷം 8 മീറ്റർ സഞ്ചരിച്ചു. അങ്ങനെയാണെങ്കിൽ രാഘവൻ നിന്നിടത്ത് നിന്നും എത്ര ദൂരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അത് എത്രയാണ്? 10 ആണ്. അപ്പൊ ഇങ്ങനെ ഈ 3 സെറ്റുകളിനകത്ത് ഏതാണോ വരാത്തത് അതായിരിക്കും ഉത്തരമായിട്ട് വരുന്നത്. അതായത് ക്വസ്റ്റ്യനകത്ത് ഏതാണോ വരാത്തത് അതായിരിക്കും നമ്മുടെ ഓപ്ഷനിൽ ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ ഇതൊന്ന് സുഹൃത്തുക്കൾ ഓർത്തു വെക്കുക. അടുത്തത് പ്രത്യേകിച്ച് LGS ഉള്ള സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിച്ചു വെച്ചേക്കണം. 1 മുതൽ 100 വരെയുള്ള സംഖ്യകളിൽ എത്ര അഭാജ്യ സംഖ്യകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 25 അഭാജ്യ സംഖ്യകളുണ്ട്. 1 മുതൽ 100 വരെയുള്ള സംഖ്യകളിൽ അഭാജ്യ സംഖ്യകൾ എത്രയാ? 25 എണ്ണമാണ്. ഇനി 1 മുതൽ 50 വരെയാണെങ്കിൽ അഭാജ്യ സംഖ്യകളുടെ എണ്ണം 15 ആണ്. 1 മുതൽ 30 വരെയാണെങ്കിൽ അഭാജ്യ സംഖ്യകളുടെ എണ്ണം 10 ആണ്. 1 മുതൽ 25 വരെയാണെങ്കിൽ അഭാജ്യ സംഖ്യകളുടെ എണ്ണം 9 ആണ്. 50 മുതൽ 100 വരെയാണെങ്കിൽ അഭാജ്യ സംഖ്യകളുടെ എണ്ണം എത്രയാണ്? 10 ആണ്. ഇതങ്ങ് കാണാതെ പഠിച്ചു വെച്ചോളണേ. ഇതിന്റെ അപ്പുറം ഒരു ചോദ്യം, ഈ അഭാജ്യ സംഖ്യകൾ എത്രയുണ്ടെന്ന് പറഞ്ഞ് PSC ഇതുവരെ ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതങ്ങ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക് ഈസി ആയിട്ട് കിട്ടും. അവിടെ ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്ത് തെറ്റിക്കുക ഒന്നും വേണ്ട. ഇത് ജസ്റ്റ് ഒന്നങ്ങ് പഠിച്ചു വെച്ചിരുന്നാൽ മതി. അപ്പോൾ 1 മുതൽ 100 വരെയുള്ള സംഖ്യകളിൽ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? 25 അഭാജ്യ സംഖ്യകളുണ്ട്. 1 മുതൽ 50 വരെയുള്ള സംഖ്യകളിൽ എത്ര അഭാജ്യ സംഖ്യയുണ്ട്? 15 അഭാജ്യ സംഖ്യകളുണ്ട്. ഇനി 1 മുതൽ 30 വരെയുള്ള സംഖ്യകളിൽ എത്ര അഭാജ്യ സംഖ്യയുണ്ട്? 10 അഭാജ്യ സംഖ്യകളുണ്ട്. 1 മുതൽ 25 വരെയുള്ള സംഖ്യകളിൽ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? 9 അഭാജ്യ സംഖ്യകളുണ്ട്. 50 മുതൽ 100 വരെയുള്ള സംഖ്യകൾക്കിടയിൽ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? 10 അഭാജ്യ സംഖ്യകളുണ്ട്. ഇതങ്ങ് കാണാതെ പഠിച്ചു വെക്കണേ. അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഇതിന് പുറത്തു നിന്ന് ഒരു ചോദ്യവും ഇതുവരെ എത്ര അഭാജ്യ സംഖ്യകൾ ഉണ്ടെന്നുള്ള രീതിയിൽ PSC ചോദിച്ചിട്ടില്ല. അടുത്ത ചോദ്യം, ഒരു രണ്ടക്ക സംഖ്യയുടെ അക്കങ്ങളുടെ തുക 15ഉം സംഖ്യയോട് 9 കൂട്ടിയാൽ സംഖ്യയുടെ അക്കങ്ങൾ തമ്മിൽ മാറുകയും ചെയ്യും. എന്നാൽ സംഖ്യ ഏത്? വളരെ ഈസിയാണ്. പേപ്പറും പേനയും ഒന്നുമില്ല, നമുക്ക് ഉത്തരത്തിൽ എത്താൻ കഴിയുന്ന ഒരു ചോദ്യമാണിത്. എന്നാൽ നമുക്ക് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ എക്സാം ഹാളിൽ നമ്മൾ കുഴഞ്ഞു പോകും. പക്ഷെ വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാം. രണ്ടക്ക സംഖ്യകളുടെ അക്കങ്ങളുടെ തുക എന്ന് പറയുന്നത് 15 ആണ്. എന്നിട്ട് സംഖ്യയോടൊപ്പം 9 കൂട്ടിക്കഴിഞ്ഞാൽ, അതായത് കിട്ടിയ തുകയോടൊപ്പം 9 കൂട്ടിക്കഴിഞ്ഞാൽ സംഖ്യയുടെ അക്കങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരും. എന്നാൽ സംഖ്യ ഏത് എന്നാണ് PSC ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം ഇത് എങ്ങനെ ചെയ്യുമെന്ന്. നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി 78 ആണ്. ഇത് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല സുഹൃത്തുക്കളെ. ആദ്യം ചെയ്യാനുള്ള എന്തെന്ന് ചോദിച്ചാൽ, ഇതിൽ ഒരേ ഒരു സ്റ്റെപ്പ് മാത്രമേ നമ്മൾ ചെയ്യാനുള്ളൂ. ആ സ്റ്റെപ്പ് മാത്രം സുഹൃത്തുക്കൾ ഓർത്തു വെച്ചിരുന്നാൽ മതി. ഒന്നുമില്ല, നമുക്കിവിടെ അക്കങ്ങളുടെ തുക ഒന്നും അറിയണ്ട. നമുക്ക് വേണ്ട വില്ലൻ ആരാണ്? ഈ സംഖ്യയോട് 9 കൂട്ടിയാൽ സംഖ്യ തിരിയുന്നത് ഏതുണ്ടെന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പൊ ഉത്തരം വേറൊന്നുമില്ല, നമ്മൾ ഓപ്ഷൻ എടുക്കുക. എന്താണ് ഓപ്ഷൻ എടുക്കുക? ഓപ്ഷനകത്ത് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂവിനോടൊപ്പം 9 കൂട്ടിക്കഴിഞ്ഞാല് ആ വാല്യൂ തിരിഞ്ഞു വരണം. മനസ്സിലായോ? അതായത് ഓപ്ഷനിൽ തന്നിരിക്കുന്ന സംഖ്യകളോട് 9 എന്ന് പറയുന്ന സംഖ്യ കൂട്ടിക്കഴിഞ്ഞാല് നമുക്ക് ആ സംഖ്യ എന്ത് ചെയ്യണം? നേരെ ഉൾട്ടയായിട്ട് തിരിഞ്ഞു വരണം. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് 96നോടൊപ്പം നമ്മൾ 9 കൂട്ടി എന്ന് കരുതുക. 96നോട് 9 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും സുഹൃത്തുക്കളെ? 105 നമുക്ക് ലഭിക്കും അല്ലേ? ഈ 105 എന്ന് പറയുന്ന 96നെ തിരിച്ചിട്ടുന്നതാണോ? 96നെ തിരിച്ചിട്ടാൽ 69 അല്ലേ? അതാണോ ഇവിടെ കിട്ടിയിരിക്കുന്നത്? അല്ല. അപ്പൊ ഓപ്ഷൻ എ അല്ല ഉത്തരം. ഇനി നമുക്ക് 87നോടൊപ്പം 9 കൂട്ടി നോക്കാം. 87നോട് 10 കൂട്ടി കഴിഞ്ഞാൽ 97 ആണ്. 1 കുറച്ച് കഴിഞ്ഞാൽ 96 ആണ് വരുന്നത്. അപ്പൊ ഈ 87നെ തിരിച്ചിട്ടാൽ 96 എന്ന് വരുമോ? ഇല്ല സുഹൃത്തുക്കളെ. ഇനി നമുക്ക് 78ന്റെ കേസ് നോക്കാം. 78നോട് 9 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 78നോട് 10 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 88 കിട്ടും. നമുക്കിവിടെ 9 കൂട്ടിയാൽ മതി. അപ്പം 1 കുറച്ചാൽ മതി. 87 എന്നുള്ളത് സംഖ്യ കിട്ടും അല്ലേ? ഈ 78 എന്ന് പറയുന്ന സംഖ്യനെ തിരിച്ചിടുന്നതല്ലേ സുഹൃത്തുക്കളെ 87 എന്ന് പറയുന്നത്? 8 അങ്ങ് പോയി 7 തിരിച്ചു വന്നു. ഇതല്ലേ തിരിച്ചെഴുതിയേക്കുന്നത്? അല്ലെങ്കിൽ അക്കങ്ങൾ തമ്മിൽ മാറിയിരിക്കുമല്ലേ ഇവിടെ? അപ്പൊ ഇതല്ലേ ശരിയായ ഉത്തരം? അപ്പൊ ഇതിന് പേപ്പറും പേന എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെയുള്ള ചില ഉൾട്ടാ ക്വസ്റ്റ്യൻസ് PSC ചോദിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ളതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. സിമ്പിൾ ആണ്, പഠിക്കുക. അടുത്ത ചോദ്യം സ്ഥിരം നമ്മുടെ PSC ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. ഒത്തിരി സുഹൃത്തുക്കളെങ്കിലും അറിയാമായിരിക്കും ഇങ്ങനെയുള്ള ചോദ്യം. അറിഞ്ഞുള്ള സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. റൂട്ട് 12 പ്ലസ് അതിനുള്ള അടുത്ത റൂട്ട് 12 പ്ലസ് അതിനുള്ളിൽ അടുത്ത റൂട്ട് 12 പ്ലസ് എന്നിങ്ങനെ പോയിരിക്കുന്നതിന്റെ എന്നിട്ട് എന്ത് ചെയ്യും? കുറെ കുത്തു ഇങ്ങനെ ഇട്ടിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇൻഫിനിറ്റി ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു എന്നാണ് അർത്ഥം. അതായത് ഇങ്ങനെ കുത്തിട്ട് പോയി കഴിഞ്ഞാൽ ഇത് ഇൻഫിനിറ്റി ആയിട്ട് പൊക്കോണ്ടിരിക്കുന്നു എന്നാണ് അർത്ഥം. ഇതിന്റെ വില എത്രയെന്നായിരിക്കും PSC ചോദിക്കുന്നത്. വളരെ ഈസിയാണ് കണ്ടുപിടിക്കാൻ. നമുക്ക് നോക്കാം. അതിനു മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യമുണ്ട്. ഒരു റൂട്ട് തന്നിട്ട് അതിന്റെ റൂട്ടിനുള്ളിലാണോ പോയേക്കണേന്ന് നോക്കണം. അതിനുശേഷം നോക്കാനുള്ളത് പ്ലസ് സൈൻ ആണോ എന്ന് നോക്കണം. കണ്ടിന്യൂസ്ലി പൊക്കോണ്ടിരിക്കുന്നതെന്ന് കാണിക്കാനായിട്ട് ഇങ്ങനെ കുത്തിട്ടേക്കണമെന്ന് നോക്കിയതിന് ശേഷം ഇങ്ങനെ ഇത്രയും ഉണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ എങ്കിലേ പിന്നെ നമുക്ക് പേപ്പറും പേനയുടെ ഒന്നിന്റെ ആവശ്യമില്ല. ഈസി ആയിട്ട് നമ്മുടെ ഉത്തരത്തിലേക്ക് എത്താം. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരേ ഒരു സംഖ്യയല്ലേ തന്നിട്ടുള്ളൂ 12.
ആ 12 എടുക്കുക, ആ 12ന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക. ചുമ്മയുള്ള ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചാൽ പോരാ, അടുത്തടുത്ത് വരുന്ന സംഖ്യയുള്ള ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. അടുത്തടുത്ത് വരുന്ന സംഖ്യയുള്ള ഫാക്ടേഴ്സ് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമുക്ക് 6 ഗുണം 2 12 എന്ന് എഴുതാം അല്ലേ സുഹൃത്തുക്കളെ? പക്ഷെ 6ഉം 2ഉം അടുത്തടുത്താണോ ഇരിക്കുന്നത്? അല്ല. 6 ഒരറ്റത്തിരിക്കുന്നു, 2 ഒരറ്റത്തിരിക്കുന്നു. അല്ലെങ്കിൽ 1 ഗുണം 12 നമുക്ക് 12 എന്ന് വിളിക്കാം. 1 വേറൊരു സ്ഥലത്തിരിക്കുവാണ്, 12 വേറൊരു സ്ഥലത്തിരിക്കുക. ഇവർ അടുത്തടുത്താണോ ഇരിക്കുന്നത്? അല്ല. ഇനി നമുക്ക് എഴുതാൻ പറ്റും 3 ഗുണം 4 12 എന്ന് എഴുതാം അല്ലേ? നമുക്ക് 3 ഗുണം 4 12 എന്ന് എഴുതാം. 3ന്റെ തൊട്ടടുത്തല്ലേ 4 വരുന്നത്? 3 കഴിഞ്ഞ സംഖ്യയല്ലേ 4? ഇവർ അടുത്തടുത്തല്ലേ ഇരിക്കുന്നത്? ഇങ്ങനെയുള്ള പേര് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. ഇത് 2-3 ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ പിന്നെ പേപ്പറും പേനയുടെ ഒന്നും ആവശ്യമില്ല. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ ഉത്തരത്തിലെത്തും. ഓക്കെ ആണേ, സിമ്പിൾ ആണേ. അപ്പൊ നോക്കിക്കോളണേ, 3ഉം 4ഉം എന്ന് പറയുന്നത് അടുത്തടുത്ത് വരുന്നതാണ്, അതുകൊണ്ട് അവര് പെയറാണ്. അപ്പൊ നമുക്ക് വേണ്ടത് ഓപ്ഷനകത്ത് 3ഓ 4ഓ ആണെന്നുള്ളത് കൺഫേം ആയി. ഫസ്റ്റ് സ്റ്റെപ്പ് അവിടെ കഴിഞ്ഞു. ഈസി സ്റ്റെപ്പാണ്. ഈ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒന്നുമില്ല. പ്ലസ് സൈനാണ് വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ, അധിക ചിഹ്നമാണ് വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട. തന്നിരിക്കുന്ന ആ പെയറുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മളിപ്പോ കണ്ടുപിടിച്ച ഫാക്ടർ ഉണ്ടല്ലോ, അതില് വലുതെടുത്ത് അങ്ങ് ഉത്തരമായിട്ട് എഴുതിയാൽ മതി. നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഒന്നുകൂടെ സ്റ്റെപ്പ് പറഞ്ഞുതരാൻ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. ആകെ ഒരേ ഒരു സംഖ്യ മാത്രമേ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളൂ, അത് 12 ആണ്. ആ 12 നമ്മൾ ഇനി എടുക്കുക, അവന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക. വെറും ഫാക്ടർ കണ്ടുപിടിച്ചാൽ പോരെ, അവന്മാരുടെ അടുത്തടുത്ത് വരുന്ന 2 സംഖ്യകളുടെ ഫാക്ടർ വേണം കണ്ടുപിടിക്കാൻ. അപ്പോ 3 ഗുണം 4 12 ആണ്. അതായത് 3ഉം 4ഉം അടുത്തടുത്ത് വരുന്ന സംഖ്യകളല്ലേ, അതുകൊണ്ട് നമുക്ക് അവനെ ഇങ്ങ് എടുക്കാം, ഫാക്ടറിനെ ഇങ്ങ് എടുക്കാം. ഇനി ആ ഫാക്ടറിൽ എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. ഒന്നുകിൽ ഉത്തരം 3 ആയിരിക്കും, അല്ലെങ്കിൽ ഉത്തരം 4 ആയിരിക്കും. അപ്പോൾ ഇതിൽ ഏതാണ് ഉത്തരം എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിലാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് വരുന്നത്. പോസിറ്റീവാണ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും വലിയ സംഖ്യ എടുക്കണം. പോസിറ്റീവാണ് വന്നിരിക്കുന്ന ചോദ്യത്തെങ്കിൽ ഉറപ്പായിട്ടും വലിയ സംഖ്യ എടുക്കണം. അപ്പൊ നമ്മുടെ ഉത്തരം ഇവിടെ എത്രയാ സുഹൃത്തുക്കളെ? 4 ആണ്. നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സെയിം ചോദ്യമാണ്, ഒരു വ്യത്യാസവുമില്ല, സൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഓപ്ഷനിൽ തന്നിരിക്കുന്ന ഏതാണോ സംഖ്യ ആ സംഖ്യ എടുക്കുക. 30 നമ്മൾ എടുത്തു. 30ന് എന്ത് ചെയ്യുക? ഫാക്ടറൈസ് ചെയ്യുക. വെറുതെ ഫാക്ടർ ചെയ്താൽ പോരാ, അടുത്തടുത്ത് വരുന്ന സംഖ്യ ഏതാണോ ആ ഫാക്ടർ വേണം എടുക്കാൻ. ഇപ്പൊ 30 ഗുണം 1 30 തന്നെയാണ്. അത് നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇവർ അടുത്തടുത്താണോ ഇരിക്കുന്നത്? അല്ല. അതുകൊണ്ട് അത് എടുക്കാൻ പറ്റില്ല. പിന്നെ ആരുണ്ട് അങ്ങനെ വരുമ്പോ? 6 ഗുണം 5 30 എന്ന് നമുക്ക് പറയാം അല്ലേ? 6 5 30 അല്ലേ? 6ഉം 5ഉം അടുത്തടുത്തല്ലേ സുഹൃത്തുക്കളെ ഇരിക്കുന്നത്? 6ഉം 5ഉം അടുത്തടുത്തല്ലേ ഇരിക്കുന്നത്? അതുകൊണ്ട് നമുക്ക് ഇവന്മാരെ എടുക്കാലോ. അപ്പൊ നമുക്ക് മനസ്സിലായി 6 അല്ലെങ്കിൽ 5 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരാനുള്ളത്. ഓപ്ഷൻ എടുത്ത് ഉറപ്പായിട്ടും ഈ 6ഉം 5ഉം കാണും. അതുകൊണ്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് കൂടെ നമ്മൾ ചെയ്താൽ മാത്രമേ ചാടിക്കേറി ഉത്തരത്തിൽ എത്താവൂ. അല്ലാതെ 6ഉം 5ഉം കണ്ടുകൊണ്ട് ഓടിപ്പോയി ഏതെങ്കിലും ഒന്നിന് ഉത്തരം കൊടുക്കരുത്. അതുകൊണ്ട് രണ്ടാമത്തെ സ്റ്റെപ്പാണ് മെയിൻ സ്റ്റെപ്പ്. ഇതിനകത്ത് രണ്ടാമത്തെ സ്റ്റെപ്പിന്റെ പ്രത്യേകത എന്താണ്? നേരത്തെ പറഞ്ഞ കേസിൽ പോസിറ്റീവ് ആണെങ്കിൽ വലുതെടുത്തെങ്കിൽ ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് ചെറിയ സംഖ്യ വേണം സെലക്ട് ചെയ്യാൻ. അപ്പൊ 6ലും 5ലും ചെറിയ സംഖ്യ ആരാ? 5 ആണ്. അതുകൊണ്ട് നമ്മുടെ ഉത്തരം എന്തായി? 5 ആയിട്ട് മാറി. വളരെ ഈസിയാണ്. പേപ്പറും പേനയും ഒന്നും വേണ്ട, നമുക്ക് ഈസി ആയിട്ട് ഉത്തരത്തിലേക്ക് എത്താം. ഒന്നുകൂടെ പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞതിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു രണ്ടാമത്തത് വന്നത്. വേറെ ഒന്നുമില്ല, നെഗറ്റീവ് ആണ് ഇവിടെ വന്നേക്കുന്നത്. മുകളിൽ പറഞ്ഞ ക്വസ്റ്റ്യനിൽ പോസിറ്റീവ് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന സംഖ്യ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. തന്നിരിക്കുന്ന സംഖ്യ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫാക്ടേഴ്സ് ആക്കുക, അല്ലെങ്കിൽ ഘടകങ്ങളാക്കുക. ഘടകങ്ങൾ ചുമ്മാ ആക്കിയാൽ പോരാ, അടുത്തടുത്ത് വരുന്ന ഘടകങ്ങൾ തന്നെ വേണം. അപ്പൊ അടുത്തടുത്ത് വരുന്ന സംഖ്യകളുള്ള ഘടകങ്ങൾ 30ന്റെ ഏതാ? 6 ഗുണം 5 30 ആണ്. 6ഉം 5ഉം അടുത്തടുത്ത് വരുന്ന സംഖ്യകളാണ്. അപ്പോൾ നമ്മുടെ ഉത്തരത്തിലെ പകുതി ഭാഗം നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞു. അതായത് ഒന്നുകിൽ ഉത്തരം 6 ആയിരിക്കാം, ഒന്നുകിൽ ഉത്തരം 5 ആയിരിക്കാം. ഇനി നമ്മുടെ ഉത്തരം കൃത്യമായിട്ട് എത്തിക്കുന്നത് ആരാ? ഒന്നിൽ പ്ലസ് സൈൻ ആണെങ്കിൽ വലുതെടുക്കുക, മൈനസ് സൈൻ ആണെങ്കിൽ ചെറിയ സംഖ്യ എടുക്കുക. ഇവിടെ മൈനസ് ആയതുകൊണ്ട് ചെറിയ സംഖ്യയായ 5 ആണ് ഉത്തരം. ഇനി ഇതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ളതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമുക്ക് നോക്കി ഉത്തരം എഴുതാം. ഇത്രയും പോലും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് √8, അതിനകത്ത് വീണ്ടും √8, അതിനകത്ത് വീണ്ടും √8 എക്സെട്ര ഇങ്ങനെ അങ്ങ് പോയേക്കുവാണ് അല്ലെ? ഇതിന്റെ വില എന്താണെന്നാണ് ചോദിക്കുന്നത്. ഒന്നും നോക്കാനില്ല, ആ റൂട്ടിനകത്ത് ഏതാണോ കിടക്കുന്ന സംഖ്യ അത് തന്നെയായിരിക്കും ഉത്തരം. അപ്പൊ ഇവിടെ ഉത്തരം ഏതാണ്? 8 തന്നെയാണ്. വല്ലോ ബുദ്ധിമുട്ടും ഉണ്ടോ സുഹൃത്തുക്കളെ? ഒരു ബുദ്ധിമുട്ടുമില്ല.
ക്വസ്റ്റ്യൻ ഒന്നുകൂടി ആവർത്തിക്കാം. √8 അകത്ത് വീണ്ടും √8 ഇരിക്കുന്നു, അതിനകത്ത് വീണ്ടും √8 ഇരിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ അത് ഇൻഫിനിറ്റി ആണെന്നും കാണിച്ചിരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ആ റൂട്ടിനകത്ത് കിടക്കുന്ന സംഖ്യ, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ ഏത് സംഖ്യയാണോ തന്നിരിക്കുന്നത് ആ സംഖ്യ തന്നെ ആയിരിക്കും. അപ്പൊ ഇവിടെ ഉത്തരം 8 ആണ്. പഠിക്കുക. അടുത്ത ചോദ്യം, 0.777 എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇൻഫിനിറ്റിയിലോട്ട് അങ്ങ് പോവാണ് കേട്ടോ. 0.777 എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇൻഫിനിറ്റിയിലോട്ട് അങ്ങ് പോവാണ്. എന്നതിന്റെ ഭിന്നക രൂപം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്നതിന്റെ ഭിന്നക രൂപം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നുമില്ല സുഹൃത്തുക്കളെ, വളരെ ഈസിയാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചുകൊണ്ട് ഉത്തരം എഴുതാം. വേറെ ഒന്നുമില്ല. നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. നമ്മുടെ ക്വസ്റ്റ്യന് തന്നിരിക്കുന്ന സംഖ്യ ഏതാണോ ആ സംഖ്യ അതുപോലെ എഴുതുക. ഡിവൈഡഡ് ബൈ ആ പോയിന്റിന് ശേഷം ഒരു സംഖ്യ തന്നെയാണോ ആവർത്തിക്കുന്നത് എന്ന് നോക്കുക. ഇവിടെ 7 എന്ന് പറയുന്ന 7 എന്ന് പറഞ്ഞ് ഇങ്ങനെ ആവർത്തിച്ച് പോവല്ലേ സുഹൃത്തുക്കളെ? ഇടയ്ക്ക് ഏതെങ്കിലും ഒരു സംഖ്യക്ക് വന്നിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സംഖ്യ മാത്രമേ ആവർത്തിക്കുന്നുള്ളെങ്കിൽ 9 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുക. നമ്മുടെ ഉത്തരം സെറ്റായി. നമ്മുടെ ഉത്തരം 7/9 എന്ന് കിട്ടിക്കഴിഞ്ഞു. വളരെ ഈസിയാണ്, ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഒന്നുകൂടി പറഞ്ഞുതരാം സുഹൃത്തുക്കളെ, വളരെ ഈസിയാണ്, ഒന്നുമില്ല സംഭവം. 0 കഴിഞ്ഞിട്ട് എന്താണ്? 0.777 എന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങ് ഇൻഫിനിറ്റിയിലോട്ട് പോവുകയാണ്. ഇതിന്റെ ഭിന്നക രൂപമാണ് PSC ചോദിച്ചിരിക്കുന്നത്. ഭിന്നക രൂപം കണ്ടുപിടിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. ആദ്യം നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ആ സംഖ്യ ഏതാണോ അത് അതുപോലെ എഴുതുക. 7 അതുപോലെ എഴുതി. അതിനുശേഷം പോയിന്റിന് ശേഷം വന്നിരിക്കുന്ന സംഖ്യ ആവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പൊ ആവർത്തിച്ച് പോവുകയാണ്. ഒരു സംഖ്യയാണ് ഒരുപോലെ അത് ആവർത്തിച്ച് അതായത് 7 എന്ന് പറഞ്ഞ് ഇങ്ങനെ ആവർത്തിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കേണ്ട കാര്യമില്ല. താഴെ അങ്ങ് 9 എഴുതുക. നമ്മുടെ ഉത്തരമായി. ഇപ്പൊ സുഹൃത്തുക്കൾക്ക് വരുന്ന മറ്റൊരു കൺഫ്യൂഷൻ ആയിരിക്കും, ഇങ്ങനെ അല്ല വരുന്നെങ്കിലോ. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് 0.49 ഇങ്ങനെ അങ്ങ് ഇൻഫിനിറ്റിയിലോട്ട് പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നെങ്കിൽ ഇതിന്റെ ഭിന്നക രൂപം എങ്ങനെയാണ് കണ്ടുപിടിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഏതാണോ തന്നിരിക്കുന്ന സംഖ്യ അത് അതുപോലെ എഴുതുക. 49 നമ്മൾ അതുപോലെ എഴുതി. ഒരു ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ്. ഇനി എത്ര സംഖ്യകളാണ് അവിടെ ആവർത്തിക്കുന്നത്? 4 9 വീണ്ടും 4 9 വീണ്ടും 4 9 ഇങ്ങനെ. അപ്പൊ 49 എന്ന് പറഞ്ഞിങ്ങനെ രണ്ട് സംഖ്യയിലെ സുഹൃത്തുക്കളെ ആവർത്തിക്കുന്നത്. 4 9 എന്ന സംഖ്യ ആവർത്തിക്കുന്നു, വീണ്ടും 4 9 ആവർത്തിക്കുന്നു, വീണ്ടും 4 9 ഇങ്ങനെ രണ്ട് സംഖ്യകൾ ഇങ്ങനെ ആവർത്തിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഛേദഭാഗത്ത് എന്ത് ചെയ്യുക? 99 എന്ന് എഴുതുക. ഇനി ഇതേ സ്ഥാനത്ത് ചിലപ്പോ പോയിന്റ് ശേഷം 1 2 3 വീണ്ടും 1 2 3 വീണ്ടും 1 2 3 ഇങ്ങനെ എക്സ്ട്രാ ഇങ്ങനെ അങ്ങ് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഭിന്നക രൂപമാണ് ചോദിക്കുന്നത്. നമുക്ക് എങ്ങനെ എഴുതാം? വേറൊന്നുമില്ല സുഹൃത്തുക്കളെ, 1 2 3 അതുപോലെ എഴുതുക. ഡിവൈഡ് ചെയ്യുക. ഇവിടെ 1 2 3 വരുന്നു, വീണ്ടും 1 2 3 വരുന്നു, 1 2 3 വരുന്നു. അതിന്റെ അർത്ഥം എന്താണ്? 3 സംഖ്യകൾ ഇവിടെ ആവർത്തിച്ച് പോവുകയല്ലേ. ഇങ്ങനെ ആവർത്തിച്ച് പോവുകയാണെങ്കിൽ വേറെ ഒന്നുമില്ല, 999. അതായത് പോയിന്റിന് ശേഷം എത്ര സംഖ്യയാണോ ആവർത്തിച്ചു വരുന്നത് അതിനനുസരിച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 9കളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ എത്ര വേണമെന്നാലും നമുക്ക് പേപ്പറും പേനയും ഇല്ലാതെ ഒരു 2-3 ക്വസ്റ്റ്യൻ അങ്ങ് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമ്മുടെ കയ്യിലിരിക്കും. പിന്നെ പേപ്പറും പേനയുടെ ആവശ്യം ഒന്നുമില്ല ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. അതുകൂടെ ഒന്ന് സുഹൃത്തുക്കൾ ഓർത്ത് വെക്കുക. അപ്പോ ഇനിയുള്ള കണക്കുകൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇവിടെ വന്നിരിക്കുന്നു 3.7 കഴിഞ്ഞിട്ട് അതിനുശേഷമാണ് എങ്ങനെയാണ് ആ പോയിന്റ് ഇട്ടിട്ട് നമ്മുടെ ഇൻഫിനിറ്റിയിലോട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ പോയിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ രീതിയിൽ നിന്നും ഈ ക്വസ്റ്റ്യൻ ഒരു വ്യത്യാസമില്ല സുഹൃത്തുക്കളെ. എന്താണ്? നേരത്തെ 0 ആയിരുന്നു അവിടെ, അതിനുശേഷമായിരുന്നു എന്താണ് 7 എന്ന് പറഞ്ഞ് പോയത്. എന്നാൽ ഇവിടെ 0യുടെ സ്ഥാനത്ത് ഒരു പൂർണ്ണസംഖ്യ ആയിട്ടുള്ള 3 ഉണ്ടല്ലേ, ഒരു 3 ഉണ്ടല്ലേ അവിടെ. പൂർണ്ണസംഖ്യയായിട്ട് ഒരു 3 ഇവിടെ കിടക്കുന്ന കണ്ടോ സുഹൃത്തുക്കളെ? ഇത് നമ്പർ അല്ല, ഇത് സംഖ്യയാണ് കേട്ടോ. ഇത് 3 എന്ന് പറഞ്ഞൊരു സംഖ്യ അവിടെ കിടക്കുവാണല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവുമില്ല. നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യാനുള്ളത്. പക്ഷെ അതിനകത്ത് ചെറിയൊരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്നത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നേരത്തെ പറഞ്ഞ കണക്കാണെങ്കിൽ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? എന്ത് ചെയ്യണം? നേരത്തെ 0 ആയതുകൊണ്ട് നമുക്ക് അവിടെ 7 മാത്രം എഴുതിയാൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പൊ 7 എഴുതാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ഇവിടെ ഒരു 3 കൂടെ കിടപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 37 എന്ന് എഴുതുന്നു. ഈസിയാണ്. പോയിന്റ് വാല്യൂ ഒക്കെ നമ്മൾ കാട്ടിക്കളഞ്ഞു. വെറുതെ സംഖ്യ മാത്രം എടുത്ത് എന്ത് ചെയ്തു? 37 എന്ന് എഴുതി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ എന്താണ്? ഒരു സംഖ്യയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? റിപ്പീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ 9 അതുപോലെ എഴുതി. ഇനി ചെയ്യാനുള്ള സ്റ്റെപ്പാണ് ഇമ്പോർട്ടന്റ്. സെക്കൻഡ് സ്റ്റെപ്പാണ് നമ്മൾ പഠിച്ചു വെക്കാനുള്ള. സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താ ചെയ്യാനുള്ളത്?
ഈ 37ൽ നിന്നും പൂർണ്ണസംഖ്യയായിട്ടുള്ള 3 കുറയ്ക്കണം. പൂർണ്ണസംഖ്യ അവിടെ 4, 5, 6 ഏത് സംഖ്യയോ വരട്ടെ, ആ പൂർണ്ണസംഖ്യ എന്ത് ചെയ്യണം? നമുക്ക് ഇപ്പൊ കിട്ടിയ വാല്യൂവിൽ നിന്ന് കുറയ്ക്കണം. അത് വെറുതെ അങ്ങ് ഈ 37 അങ്ങ് കുറച്ചു വെച്ചാൽ മതി. അല്ലാതെ നിങ്ങൾ കാൽക്കുലേഷൻ ഒന്നും ചെയ്യണ്ട. ഈ 37 എന്ത് ചെയ്യുക? 3 കുറയ്ക്കുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 34 കിട്ടും അല്ലെ? 34/9 കിട്ടും. അത് തന്നെയാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഒരു വ്യത്യാസവുമില്ല. നമ്മുടെ ഉത്തരം എത്രയാണ്? 34/9 ആയിരിക്കും. ഓക്കെ ആണേ? മനസ്സിലായല്ലോ സുഹൃത്തുക്കളെ? ഒന്നുകൂടെ പറഞ്ഞു തരാം, വളരെ ഈസിയാണ്, ശ്രദ്ധിച്ചിരിക്കുക. 3.77 അല്ലെങ്കിൽ 4.55 അല്ലെങ്കിൽ 5.88 ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ഇൻഫിനിറ്റിലോട്ട് പോകുന്നത് കാണിച്ചേക്കുവാണ്. എന്നിട്ട് ഇതിന്റെ ഭിന്നക രൂപം ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല ചെയ്യാൻ, സംഖ്യ അതുപോലെ അങ്ങ് എടുത്ത് എഴുതുക. അതിനകത്ത് പോയിന്റ് ഒന്നും നോക്കണ്ട. 37 ആണ് ഇവിടെ സംഖ്യ വരുന്നത്. 37 നമ്മൾ അതുപോലെ എടുത്തെഴുതി. അതിനുശേഷം എന്ത് ചെയ്തു? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പോയിന്റിന് ശേഷം 7 7 7 എന്ന് പറഞ്ഞ് ആവർത്തിച്ചാണല്ലോ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് 9 എന്ന് പറഞ്ഞതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ 37ൽ നിന്ന് എന്ത് ചെയ്യുക? ഡയറക്റ്റ് ഈ പൂർണ്ണസംഖ്യയായ 3 അങ്ങ് മൈനസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഉത്തരം എത്രയായി? 34/9. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യനോട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ക്ലാരിറ്റി ആവും. ഇപ്പൊ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? രണ്ടാമത്തെ ക്വസ്റ്റ്യനില് 5.8 ഇട്ടിട്ട് മുകളിൽ എന്താണ്? ഒരു ബാർ കൊടുത്തിരിക്കുകയാണ് അല്ലെ? 5.8 ഇട്ടിട്ട് മുകളിൽ ഒരു ബാർ കൊടുത്തിരിക്കുന്നു. ഈ ബാർ കൊടുത്തിരുന്നതിന്റെ അർത്ഥം ഇത് ഈ പറഞ്ഞിരിക്കുന്ന 8 എന്ന് പറയുന്ന സംഖ്യ ഇൻഫിനിറ്റി ആണെന്നാണ് കേട്ടോ. അപ്പൊ അങ്ങനെയും ക്വസ്റ്റ്യൻ PSC ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൺഫ്യൂഷൻ ആവരുത്. 5.8 എന്ന് എഴുതിയിട്ട് മുകളിൽ ഒരു ബാർ വരച്ചിരുന്ന ആ 8 എന്ന് പറയുന്ന നമ്പർ എന്ത് ചെയ്യുന്നു? റിപ്പീറ്റ് ചെയ്ത് ഇൻഫിനിറ്റിയിലോട്ട് പോകുന്നു എന്നാണ് അർത്ഥം. അപ്പൊ ഇതിന്റെ ഭിന്നസംഖ്യാ രൂപം എങ്ങനെ എഴുതാം? നേരത്തെ പറഞ്ഞതുപോലെ ഈ 5.8 നമ്മൾ എഴുതി കഴിഞ്ഞാൽ 5.888 എന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങ് ഇൻഫിനിറ്റിയിലോട്ട് പോകും കേട്ടോ. അതിന് പകരമായിട്ട് അവര് എന്താക്കി? 5.8ന്റെ മുകളിൽ ഒരു ബാർ ഇട്ടു. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ ആണ്. ക്വസ്റ്റ്യന് തന്നിരിക്കുന്ന നമ്പർ അതുപോലെ എഴുതുക. പോയിന്റ് ഒന്നും വേണ്ട, 58 അതുപോലെ എഴുതി. ഇനി എത്ര സംഖ്യ അവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്? 8 എന്ന് പറയുന്ന ഒറ്റ സംഖ്യ മാത്രമല്ലേ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ? 8ന്റെ മുകളിലല്ലേ വര വരച്ചേക്കുന്നേ? അപ്പൊ 8 മാത്രമല്ലേ അവിടെ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ? അതുകൊണ്ട് ഡിവൈഡഡ് ബൈ 9 നമ്മൾ കൊടുത്തു. സെറ്റായി. ഇനി എന്താ ചെയ്യാനുള്ളത്? ഈ തന്നിരിക്കുന്ന 58ൽ നിന്നും പൂർണ്ണസംഖ്യ ഏതാ? അതിനകത്ത് 5 ആണ്. 5 കുറച്ചു കൊടുത്താൽ മതി. അപ്പൊ 58ൽ നിന്നും 5 കുറയ്ക്കുമ്പോൾ നമുക്ക് ഉത്തരം എത്ര കിട്ടും? 53 കിട്ടും. 53/9 ആണ് ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ശ്രദ്ധിക്കേണ്ട കാര്യം 58/9 ഓപ്ഷനകത്ത് കാണും, ചെന്ന് വീഴരുത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു പോയിന്റ് കൂടെ ഓർത്തു വെക്കുക. നമ്മുടെ അടുത്ത ചോദ്യം 4.27. അതിന്റെ മുകളിൽ എന്തുണ്ട്? ബാറുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? 4.27 ഇങ്ങനെ അങ്ങ് പോകുന്നതല്ലേ സുഹൃത്തുക്കളെ ഇൻഫിനിറ്റി ആയിട്ട്. ഇതിന്റെ ഭിന്നക രൂപം ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ നേരത്തെ ചെയ്ത അതുപോലെ തന്നെയാണ്. നമ്മള് സംഖ്യകൾ ഏതാണോ അത് അതുപോലെ എഴുതുക. 427 പോയിന്റ് ഒന്നും വേണ്ട, സംഖ്യ അതുപോലെ എഴുതുക. ഡിവൈഡഡ് ബൈ ഇവിടെ എന്താ? 27 എന്ന് പറഞ്ഞ രണ്ട് സംഖ്യകളല്ലേ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ 99 എഴുതുക. ഇനി നമ്മൾ എന്താ പറഞ്ഞ? നേരത്തെ പറഞ്ഞ 427 നിന്നും പൂർണ്ണസംഖ്യ ആയിട്ടുള്ള 4 ഇതാ അടക്കുന്ന ആ പൂർണ്ണസംഖ്യ ആയിട്ടുള്ള 4 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം എത്ര കിട്ടും? 423 കിട്ടും. ഈ 423 ഡിവൈഡഡ് ബൈ 99 ആണ് നമ്മുടെ ഉത്തരം. പക്ഷെ നമ്മൾ ഓപ്ഷനിലോട്ട് നോക്കിയപ്പോൾ അങ്ങനെ ഒരു ഉത്തരമേ അവിടെ ഇല്ല. ഉത്തരം കണ്ടില്ല എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ തെറ്റാണെന്ന് വിചാരിച്ച് വരരുത്. കാരണം എന്തെന്ന് ചോദിച്ചാല് ചിലപ്പോ PSC ഈ 423/99 പോലുള്ള ക്വസ്റ്റ്യൻസിനകത്ത് ഇതിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഉത്തരം തന്നിരിക്കുന്നത് കേട്ടോ. അതായത് വേറൊന്നുമല്ല, 423നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 47 കിട്ടും. 99നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 11 കിട്ടും. അപ്പോൾ സിംപ്ലിഫൈ ചെയ്ത് അപ്പോൾ നമ്മുടെ ഉത്തരം 47/11 എന്നും PSC വേണമെങ്കിൽ തരാം. അപ്പോൾ നമ്മുടെ ഉത്തരം നമുക്ക് കൃത്യമായിട്ട് ലഭിച്ചു. പക്ഷേ ഓപ്ഷനിൽ ഉത്തരം ഇല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തന്നിരിക്കുന്ന സംഖ്യകളെ രണ്ടെണ്ണത്തിനെയും 9 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യുക. 9 കൊണ്ടല്ലാതെ വേറൊരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വരൂല, 9 തന്നെ വരുള്ളൂ. അതുകൊണ്ട് അതിൽ കൺഫ്യൂഷൻ വേണ്ട. ജസ്റ്റ് 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ നമ്മുടെ സിംപ്ലിഫൈ ചെയ്ത രൂപത്തിലോട്ട് അത് മാറും. അപ്പൊ അതുകൂടെ സുഹൃത്തുക്കളൊന്ന് 2/30ന്റെ പകുതി എത്രയാണ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇപ്പൊ PSC ഒരുപാട് ചോദിക്കുന്നുണ്ട്, ശ്രദ്ധിക്കുക. 2/30ന്റെ പകുതി എത്രയെന്നാണ് ശരിയായ ഉത്തരം. എന്താണ്? 2/29 ആണ്. ഒന്നുമില്ല ചെയ്യാൻ സുഹൃത്തുക്കളെ.
2/30 അതിന്റെ പകുതി എടുക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യണ്ട. നമ്മൾ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒരു സംഖ്യയിലെ മുകളിൽ എഴുതുന്നതിന് നമ്മൾ എന്താ പറയുന്നത്? കൃത്യംഗം എന്ന് പറയും. ആ കൃത്യംഗം എടുക്കുക, അതിൽ നിന്നും 1 കുറയ്ക്കുക. നമ്മുടെ ഉത്തരം സെറ്റായി എത്രയാണ്? 29 അപ്പോ 2/29 ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, 2/30, 2/50, 2/40 എന്നൊക്കെ തന്നിട്ട് അതിന്റെ പകുതി എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന സംഖ്യയിൽ ഏതാണോ കൃത്യംഗം ആ കൃത്യംഗത്തിൽ നിന്ന് 1 കുറയ്ക്കുക, 2ന് മുകളിൽ അതിന്റെ വാല്യൂ എഴുതുക. നമ്മുടെ ആൻസർ ആയി 2/29 ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഇനി PSC സ്ഥിരം ചോദിക്കുന്ന 2 പോയിന്റ് കൂടെ നമ്മൾ പഠിച്ചു വെക്കാനുണ്ട്. അതുകൂടെ ആയാലും ഇവിടെ കംപ്ലീറ്റ് ആവുള്ളൂ. ചിലപ്പോൾ ചോദിക്കും 2/5 എന്ന് തന്നിരിക്കും, എന്നിട്ട് അതിന്റെ ഇരട്ടി കണ്ടുപിടിക്കാൻ ചോദിക്കും. 2/5ന്റെ ഇരട്ടി എത്രയാണെന്ന് ചോദിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൃത്യംഗം ഏതാ? 5 ആണ്. ആ 5നെ അതുപോലെ എഴുതുക. അതിനോടൊപ്പം എന്ത് ചെയ്യുക? ഒരു 1 അങ്ങ് കൂട്ടിക്കൊടുക്കുക. നേരത്തെ 1 കുറച്ചെങ്കിൽ ഇവിടെ 1 കൂട്ടിക്കൊടുക്കുക. അപ്പൊ എത്ര കിട്ടി? 6 ആയി. അപ്പൊ 2/6 ആണ് അവിടെ ഉത്തരം എന്ന് പറയുന്നത്. ഇനി PSC ചോദിക്കാം 2/5 ഇപ്പൊ ഒരു 10 തന്നിരിക്കുന്നു, അതിന്റെ വർഗ്ഗമൂലം എത്രയാണെന്നായിരിക്കും ചോദിക്കുന്നത്. എന്താണ് വർഗ്ഗമൂലം എത്രയെന്ന് ചോദിക്കും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ കൃത്യംഗം എടുക്കുക, കൃത്യംഗത്തിനെ 2 കൊണ്ട് അങ്ങ് ഭാഗിക്കുക. ഉത്തരം എത്രയായി? 5 ആണ്. അപ്പൊ ഇവിടുത്തെ കേസിൽ 2/10ന്റെ വർഗ്ഗമൂലം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താണ്? 2/5 ആണ്. എത്രയാണ്? 2/5 ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ നമ്മുടെ കൃത്യംഗത്തിലാണ് കളിയിരിക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞുതരാം സുഹൃത്തുക്കളെ, ഒരു കൺഫ്യൂഷനും വേണ്ട. 2/5 എന്നോ 2/10 എന്നോ 2/50 എന്നോ എത്രയെങ്കിലും PSC തരും. എന്നിട്ട് സ്ഥിരം ചോദിക്കുന്ന PSC ഇതിന്റെ പകുതി എത്രയെന്നായിരിക്കും ചോദിക്കുന്നത്. അങ്ങനെ പകുതി ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യാനില്ല. തന്നിരിക്കുന്ന കൃത്യംഗം അങ്ങ് എടുക്കുക. കൃത്യംഗം ഇവിടെ എത്രയാ? 30 ആണ്. അതിൽ നിന്ന് 1 കുറയ്ക്കുക. ഉത്തരം നമ്മുടെ 29 കിട്ടും. അത് 2ന്റെ മുകളിൽ അതുപോലെ അങ്ങ് എഴുതി വെച്ചാൽ മതി. 2/29 നമ്മുടെ 2/30ന്റെ പകുതിയായി. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ പറയുവാണ് 2/30ന്റെ ഇരട്ടി എടുക്കാനാണ് ചോദിക്കുന്നതെങ്കിൽ വേറെ ഒന്നുമില്ല, 30 അതുപോലെ എഴുതുക, +1 കൂട്ടിക്കൊടുക്കുക. അപ്പൊ 31 നമുക്ക് ലഭിച്ചു. ഇനി 2ന്റെ മുകളിൽ 31 അതുപോലെ എഴുതുക. നമ്മുടെ ഉത്തരം 2/31 സെറ്റായി. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കുവാണ് 2/30ന്റെ വർഗ്ഗമൂലം കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, 30 എടുക്കുക, 30നെ 2 കൊണ്ട് ഭാഗിക്കുക, 15 ലഭിക്കും. 2ന്റെ മുകളിൽ 15 അതുപോലെ അങ്ങ് എഴുതി കൊടുക്കുക. 2/15 ആണ് നമ്മുടെ 2/30ന്റെ വർഗ്ഗമൂലം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു ബോക്സ് അങ്ങ് പഠിച്ചു വെച്ചിരുന്ന സുഹൃത്തുക്കളെ പേപ്പറും പേനയും ഒന്നും വേണ്ട, 1 മാർക്ക് നിങ്ങൾക്ക് ഒപ്പിക്കാം. അടുത്ത ചോദ്യം 7/27ന്റെ എത്ര മടങ്ങാണ് 7/28? 7/27ന്റെ എത്ര മടങ്ങാണ് 7/28 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ 7 ഇട്ടിട്ട് അടുത്തതും 7 അതിന്റെ തൊട്ടടുത്ത സംഖ്യ തന്നെയാണ് ചോദിക്കുന്നത്. ഇപ്പൊ 27, 28 തൊട്ടടുത്തുള്ള സംഖ്യകളല്ലേ. ഇങ്ങനെയാണ് ചോദ്യം വരുന്നതെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കാനില്ല, 7 തന്നെയായിരിക്കും ആൻസർ കേട്ടോ. ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, അപ്പൊ തന്നെ 7 എന്ന് എഴുതിക്കൊള്ളുക. അതായത് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 7/10ന്റെ എത്ര മടങ്ങാണ് 7/11 എന്ന് ചോദിച്ചാൽ എത്രയാ? 7 മടങ്ങാണ്. 7/100ന്റെ എത്ര മടങ്ങാണ് 7/101 എന്ന് ചോദിച്ചാൽ 7 മടങ്ങാണ്. ഇനി 7/1000ന്റെ എത്ര മടങ്ങാണ് 7/1001 എന്ന് ചോദിച്ചാൽ അതും 7 മടങ്ങാണ്. ഇപ്പൊ സുഹൃത്തുക്കൾക്ക് ഓക്കെ ആയേ? അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഉത്തരം എഴുതാമേ. 7/27ന്റെ എത്ര മടങ്ങാണ് 7/28 എന്നാവട്ടെ, 7/50ന്റെ എത്ര മടങ്ങാണ് 7/51 എന്നാവട്ടെ. ഒറ്റ കാര്യം മാത്രം നോക്കിയാൽ മതി, കൃത്യംഗങ്ങൾ എപ്പോഴും എന്തായിരിക്കണം? 1ന് ശേഷം വരുന്ന അടുത്ത സംഖ്യകൾ. അതായത് 27, 28 അല്ലെങ്കിൽ 15, 16 അല്ലെങ്കിൽ 10, 11 ഇങ്ങനെയുള്ള സംഖ്യകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ഉത്തരം എന്ത് തന്നെ ആയിരിക്കും? 7 തന്നെ ആയിരിക്കും. നമ്മുടെ അടുത്ത ചോദ്യം ഒരു അരിത്തമെറ്റിക്കൽ പ്രോഗ്രഷന്റെ എന്നാം പദം 5n + 3 ആണ്, 5n + 3 ആണ്. പൊതുവ്യത്യാസം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പൊതുവ്യത്യാസം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിലൊന്നുമില്ല സുഹൃത്തുക്കളെ, പൊതുവ്യത്യാസം കണ്ടുപിടിക്കാനായിട്ട് ഈ എന്നിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന 5 ഇല്ലേ, ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഗുണോത്തരമെന്ന്. എന്താണ് ഗുണോത്തരമെന്ന്? ഈ ഗുണോത്തരമായിരിക്കും അതിന്റെ പൊതുവ്യത്യാസം. അപ്പൊ ഇവിടുത്തെ പൊതുവ്യത്യാസം D എത്രയാണ്? 5 ആണ് കേട്ടോ. അപ്പൊ ഒരു AP-യുടെ എന്നാം പദം 5n + 3 ആയാൽ അതിലെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് ആ n എന്ന് പറഞ്ഞതിന്റെ തൊട്ടടുത്ത് ആരാണോ കിടക്കുന്നത് ആ സംഖ്യയായിരിക്കും. ഓർക്കുക. എക്സാമ്പിൾ ആയിട്ട് സുഹൃത്തുക്കൾക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ വരുവാണെന്ന് കരുതുക. വേറൊന്നുമില്ല, ഇപ്പോ 3 - 4n എന്ന് പറഞ്ഞ് കിടക്കുന്നത് കരുതുക. 3 - 4n എന്നാണ് നമ്മുടെ എന്നാം പദം എന്ന് പറഞ്ഞത്. ഒരു അരിത്തമെറ്റിക്കൽ പ്രോഗ്രഷനിലെ എന്നാം പദം എന്ന് പറയുന്നത് 3 - 4n ആണെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ അതിന്റെ പൊതുവ്യത്യാസമായ D എത്രയാണെന്നായിരിക്കും PSC ചോദിക്കുന്നത്. നമുക്ക് എങ്ങനെ വേണോ വന്നോട്ടെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? AN + B എന്നുള്ള ഫോർമാറ്റിലാണോ കിടക്കുന്നത്? ഇവിടെ A ഉണ്ട്, അതിന്റെ കൂടെ N ഉണ്ട്, ഇവിടെ B ഉണ്ട്.
അപ്പോൾ AN+B അല്ലെങ്കിൽ AN-B എന്നോ ആയിക്കോട്ടെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് പറയാം ആ എന്നിനോട് തൊട്ടടുത്ത് കിടക്കുന്ന നമ്പർ ഏതാണോ, ഇവിടെ എന്നിനോട് തൊട്ടടുത്ത് കിടക്കുന്നത് ആരാ, 4 എന്ന് പറയുന്ന നമ്പറാണ്. അതുകൊണ്ട് ഡി എന്ന് പറയുന്ന അല്ലെങ്കിൽ പൊതുവ്യത്യാസം എന്ന് പറയുന്ന ആ നമ്പർ ആയിട്ടുള്ള 4 ആയിരിക്കും. ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് ഒപ്പിക്കാം. ഈസിയാണ്. ഇപ്പൊ PSC ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുമുണ്ട്. അപ്പൊ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം സുഹൃത്തുക്കളെ. ഒരു അരിത്തമെറ്റിക്കൽ പ്രോഗ്രഷനിലെ എന്നാം പദം ചോദിച്ചിട്ട് 5n+3 എന്നോ 5n-3 എന്നോ എന്തെങ്കിലും തന്നിരിക്കും. എന്നിട്ട് പൊതുവ്യത്യാസം എത്രയെന്ന് ചോദിച്ചാൽ ആ എന്നിനോട് ചേർന്ന് കിടക്കുന്ന സംഖ്യ അതിന് ഗുണോത്തരം എന്ന് പറയുന്നു. ആ ഗുണോത്തരമായിരിക്കും ഉത്തരം. അപ്പൊ ഇവിടെ 5n+3 അടുത്ത് എന്നിന്റെ അടുത്ത് ആരാ കിടക്കുന്നേ, 5 ആണ്. അതുകൊണ്ട് നമ്മുടെ ഉത്തരം 5 ആയി. രണ്ടാമത്തെ ക്വസ്റ്റ്യനും സെയിം തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. നമ്മൾ എന്താ പറഞ്ഞത്, 3 - 4n എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതിനകത്ത് എന്നിന്റെ അടുത്ത് ആരാ കിടക്കുന്നത്, 4 ആണ്. വെറും 4 അല്ല, -4 ആണ് കിടക്കുന്നത്. ശ്രദ്ധിച്ചോളെ, -4 ആണ് കിടക്കുന്നത്. അതുകൊണ്ട് D = എന്താണ്, -4 ആണ്. ഒരു അരിത്തമെറ്റിക്കൽ പ്രോഗ്രഷന്റെ 10ാം പദം എന്ന് പറയുന്നത് 20ഉം 20ാം പദം 10ഉം ആയാൽ പൊതുവ്യത്യാസവും ആദ്യ പദവും എത്രയാണെന്നാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. വളരെ ഈസിയാണ് സുഹൃത്തുക്കളെ, ഒന്നുമില്ല. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, അതായത് 10ാം പദം 20ഉം അത് തന്നെ തിരിച്ചു വരും. അതായത് 20ാം പദം എന്ന് പറയുന്ന 10 നേരെ ഉൾട്ടയാവും, അപ്പുറം ഇപ്പുറം വരും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പൊതുവ്യത്യാസം ആൾവേസ് -1 ആയിരിക്കും. ശ്രദ്ധിച്ചോളണേ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ പൊതുവ്യത്യാസമാണോ ചോദിക്കുന്നത്, ഓപ്ഷനകത്ത് -1 ഉണ്ടെങ്കിൽ അപ്പോഴേ ഉത്തരം കൊടുത്തോളണം. അല്ലാതെ പൊതുവ്യത്യാസം വേറൊരു സംഖ്യ വരൂല. അത് 100% ഉറപ്പാണ്. ഇനി ഈ തന്നിരിക്കുന്നതിന്റെ ആദ്യ പദമാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ, തന്നിരിക്കുന്നതിലെ ആദ്യ പദമാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല ചെയ്യാനായിട്ട്, വളരെ ഈസിയാണ്. ഇവിടെ ഏതൊക്കെ സംഖ്യകൾ തന്നിട്ടുണ്ട്, ഒരു 10ഉം തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനകത്ത്, ഒരു 20ഉം തന്നിട്ടുണ്ട് അല്ലെ. ഇങ്ങനെ 2 സംഖ്യകളല്ലേ ഇവിടെ ഉള്ളൂ. ആ 2 സംഖ്യകളെ തമ്മിൽ കൂട്ടുക. 10 + 20 എത്ര കിട്ടി, 30 കിട്ടി. അതിനകത്ത് നിന്ന് സെക്കൻഡ് സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്യുക, ഒരു 1 കുറയ്ക്കുക. നമ്മുടെ ഉത്തരം 29. അപ്പോൾ ഇതിനകത്ത് ആദ്യ പദം ഏതായിരിക്കും, 29 ആയിരിക്കും. ശ്രദ്ധിച്ചോളണേ, ഒന്നുകൂടെ പറഞ്ഞു തരാം, ഭയങ്കര ഈസിയാണ്. ഒരു അരിത്തമെറ്റിക്കൽ പ്രോഗ്രഷനിലെ 10ാം പദം എന്ന് പറയുന്നത് 20ഉം ഉൾട്ടയടിച്ച് 20ാം പദം എന്ന് പറയുന്നത് നേരെ തിരിച്ച് 10ഉം ആയി കഴിഞ്ഞാൽ പൊതുവ്യത്യാസം എപ്പോഴും എത്രയായിരിക്കും, -1 ആയിരിക്കും. ഇനി ഇതിന്റെ ആദ്യ പദം കാണാൻ ചോദിച്ചാൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ വാല്യൂസ് തമ്മിൽ കൂട്ടുക. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ 2 വാല്യൂസ് ഉണ്ട്, ഒരു 10ഉം ഒരു 20ഉം ഉണ്ട്. അപ്പൊ നമുക്ക് പറയാം 10 + 20 എത്രയായി, 30 ആയി. അതിൽ നിന്ന് -1 കുറയ്ക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് ശ്രദ്ധിച്ചോളണേ, -1 കുറയ്ക്കുക. അപ്പൊ ഉത്തരം വരുന്നത് 29 എന്ന് നമ്മുടെ ഉത്തരം പക്കാ കിട്ടി. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നു, ഒരു സമാന്തര ശ്രേണിയിൽ 13ാം പദം 17ഉം 17ാം പദം 13ഉം ആയാൽ 30ാം പദം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു സമാന്തര ശ്രേണിയില് 13ാം പദം 17ഉം 17ാം പദം 13ഉം ആയാൽ 30ാം പദം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നുമില്ല സുഹൃത്തുക്കളെ, ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് സെയിം തന്നെയാണ്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ വാല്യൂസ് തമ്മിൽ കൂട്ടുക. 13 + 17 കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടി, 30 കിട്ടി. ഇനി നമുക്ക് എത്രാമത്തെ പദമാണോ കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്നത് അതിൽ നിന്ന് നമുക്ക് കിട്ടിയ ഉത്തരം കുറയ്ക്കുക. 30 - 30 നമ്മുടെ ഉത്തരം എത്രയാണ്, 0 ആണ്. 0 കിട്ടിയെന്ന് പറഞ്ഞ് ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഓപ്ഷനിൽ 0 ആൻസർ ചെയ്തോളണം. അല്ലാതെ നിങ്ങളുടെ കാൽക്കുലേഷൻ തെറ്റിയതല്ലെന്ന് വിചാരിക്കരുത്. ഉറപ്പായിട്ടും 0 ഉത്തരമായിട്ട് PSC ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ എടുത്തു പറഞ്ഞത്. ഒരു സമാന്തര ശ്രേണിയിലെ 13ാം പദം 17ഉം 17ാം പദം 13ഉം ആയി കഴിഞ്ഞാൽ 30ാം പദമാണ് PSC ചോദിക്കുന്നതെങ്കിൽ നമ്മുടെ 13 പ്ലസ് എന്ത് ചെയ്യുക, 17 ചെയ്യുക. അതായത് ക്വസ്റ്റ്യന് തന്നിരിക്കുന്ന വാല്യൂസ് തമ്മിൽ കൂട്ടുക. 13ഉം 17ഉം കൂട്ടുമ്പോൾ 30 കിട്ടി. ഇനി എത്രാം പദമാണോ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അതെന്ത് ചെയ്യുക, അതിൽ നിന്ന് കുറയ്ക്കുക. അപ്പൊ 30 - നമുക്ക് കണ്ടുപിടിക്കാനുള്ള പദവും നിർഭാഗ്യവശാൽ 30 ആയിപ്പോയി. അതുകൊണ്ട് എന്താണ് നമ്മുടെ ഉത്തരം 0ലേക്ക് വന്നു. അടുത്ത ചോദ്യം, ഒരു അരിത്തമെറ്റിക്കൽ പ്രോഗ്രഷനിലെ 60ാം പദം 40ഉം 40ാം പദം 60ഉം ആയാൽ 120ാം പദം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. ക്വസ്റ്റ്യന് തന്നിരിക്കുന്ന 2 വാല്യൂസ് തമ്മിൽ കൂട്ടുക. ഇവിടെ 60ഉം 40ഉം ആണ് തന്നിരിക്കുന്നത്. 60ഉം 40ഉം എത്രയായി, 100 ആയി. ഇനി എന്താണ്, ഈ തന്നിരിക്കുന്ന സംഖ്യയിൽ നിന്നും തന്നിരിക്കുന്ന എത്രാമത്തെ പദമാണോ നമുക്ക് കണ്ടുപിടിക്കാനുള്ള അത് കുറയ്ക്കുക. ഇവിടെ എത്രാമത്തെ പദമാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്, 120ാമത്തെ പദമാണ്. അതുകൊണ്ട് നമ്മൾ 120 കുറയ്ക്കുക. ആൻസർ -20 എന്ന് നമുക്ക് കിട്ടും. തിരിച്ച് കുറച്ച് +20 എഴുതി വെക്കല്ലേ, തെറ്റുവേ. അതുകൊണ്ട് ഈ സ്റ്റെപ്പ് ഓർത്ത് വെച്ചോളണേ. ഈ 60ഉം 40ഉം തമ്മിൽ കൂട്ടി, അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്ന വാല്യൂസ് തമ്മിൽ കൂട്ടിയിട്ട് കിട്ടുന്ന ഉത്തരത്തിൽ നിന്ന് വേണം എന്ത് ചെയ്യാനുള്ളത്, നമ്മുടെ ഈ എത്രാമത്തെ പദമാണോ കണ്ടുപിടിക്കാനുള്ള ആ പദം കുറയ്ക്കാനുള്ളത്. അപ്പൊ 100 - 120 -20 ആണ് നമ്മുടെ ഉത്തരം. ഒരു ഉൽപ്പന്നം ഒരാള് 4368 രൂപയ്ക്ക് വിറ്റപ്പോൾ കിട്ടിയ ലാഭം എത്രയാണോ അത്രയും തന്നെ ആ ഉൽപ്പന്നം 3632 രൂപയ്ക്ക് വിറ്റപ്പോൾ നഷ്ടവും ഉണ്ടായെന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഇവിടെ ലാഭവും നഷ്ടവും തുല്യമായ ഒരു രീതിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ ആ ഉൽപ്പന്നം വാങ്ങിയ വില എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണേ,
ഓക്കെ ആണേ ഉൽപ്പന്നം വാങ്ങിയ വില എത്രയെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഒന്നുമില്ല സുഹൃത്തുക്കളെ. ആദ്യം ഈ 4368 അല്ലെങ്കിൽ ക്വസ്റ്റ്യന് തന്നിരിക്കുന്ന രണ്ട് വാല്യൂസ് തമ്മിൽ അങ്ങ് കൂട്ടുക. അപ്പൊ ഇവിടെ 4368 അതിനോടൊപ്പം എത്ര കൂട്ടുക? 3632 കൂട്ടുക. 8 2 10, ശിഷ്ടം എത്രയാണ്? 1, 6 3 9. ഈ ശിഷ്ടോടെ കൂട്ടുമ്പോൾ വീണ്ടും 10 വന്നിരിക്കുന്നു. അതിന് പകരം 0 കൊടുത്തു, മുകളിൽ 1 കൊടുത്തു, വീണ്ടും 6 3 9 1 കൂട്ടി 10, ശിഷ്ടം 1, 4 3 7 1 8. ഉത്തരം നമ്മൾ എത്രയാണ്? 8000 എന്ന് വന്നു. പക്ഷെ ഇതല്ല ഉത്തരം എന്ന് പറയുന്നത്. ഓപ്ഷൻ 8000 കാണൂല, അല്ലെങ്കിൽ PSC ട്രിക്ക് ചെയ്യാനായിട്ട് 8000 കൊടുത്തിരിക്കും. നമ്മൾ ചെയ്യാനുള്ള സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇവിടെ ഉത്തരം തീർന്നിട്ടില്ല. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 8000 എന്ത് ചെയ്യുക? 2 കൊണ്ട് ഭാഗിക്കുക. നമ്മുടെ ഉത്തരം എത്രയായി? 4000 ആണ് നമ്മുടെ ശരിയായ ഉത്തരം. കൺഫ്യൂഷൻ ഒന്നും വേണ്ടേ, വളരെ ഈസിയാണ്, സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ആവർത്തിക്കാം. ഒരു ഉൽപ്പന്നം 4368 രൂപയ്ക്ക് വിറ്റപ്പോൾ കിട്ടിയ ലാഭം എത്രയാണോ അത് തന്നെ ആ ഉൽപ്പന്നം 3632 രൂപയ്ക്ക് വിറ്റപ്പോൾ ഉണ്ടായ നഷ്ടം. അതായത് ഇവിടെ ലാഭനഷ്ടങ്ങൾ എന്ന് പറയുന്നത് തുല്യമാവുന്ന കണക്കാണ്. അങ്ങനെയാണെങ്കിൽ ആ ഉൽപ്പന്നം വാങ്ങിയ വില ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യന് തന്നിരിക്കുന്ന വാല്യൂസ് തമ്മിൽ കൂട്ടുക, കിട്ടുന്ന ഉത്തരത്തിന് എന്ത് ചെയ്യുക? 2 കൊണ്ട് ഭാഗിക്കുക. നമ്മുടെ ഉത്തരം അപ്പോൾ ലഭിക്കും 4000. ഇവിടുത്തെ കേസിൽ 4368 പ്ലസ് 3632 ചെയ്യുമ്പോൾ നമുക്ക് 8000 കിട്ടും. 8000നെ 2 കൊണ്ട് ഭാഗിക്കുമ്പോൾ നമ്മുടെ ഉത്തരം 4000 എന്ന് വരും. അടുത്ത ചോദ്യം, ഇപ്പോൾ പ്രഭയ്ക്ക് 8ഉം രാജുവിന് 10ഉം വയസ്സാണ്. എത്ര വർഷങ്ങൾ കഴിയുമ്പോൾ ഇവരുടെ വയസ്സിന്റെ തുക 30 ആകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. PSC ഇപ്പം കൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. 2005 LDക്ക് ചോദിച്ചതാണെങ്കിൽ കൂടി ഇപ്പോഴും PSC ചോദിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ പ്രഭയ്ക്ക് വയസ്സ് എത്രയാ? 8 വയസ്സാണ്. രാജുവിന്റെ പ്രായം എത്രയാ? 10 വയസ്സാണ്. എങ്കിൽ ഇവരുടെ വയസ്സുകളുടെ തുക എന്ന് പറയുന്നത് 30 ആകാൻ എത്ര വർഷം വേണ്ടി വരുമെന്നാണ് PSC ചോദിക്കുന്നത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് കാൽക്കുലേഷൻ വഴി പോകണമെങ്കിൽ നല്ല ടൈം എടുക്കും. പക്ഷെ ഒരു ചെറിയ ട്രിക്ക് നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേപ്പറും പേനയും ഒന്നുമില്ലാതെ തന്നെ ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താൻ പറ്റും. ഒന്നുമില്ല സുഹൃത്തുക്കളെ. ഫസ്റ്റ് എന്താ ചെയ്യുന്നത്? തന്നിരിക്കുന്ന ക്വസ്റ്റ്യനുള്ള വാല്യൂസ് തമ്മിൽ കൂട്ടുക. ഇവിടെ ആരൊക്കെയുണ്ട്? 8 ഉണ്ട്, മറ്റൊരു വാല്യൂ ഉണ്ട് 10 ഉണ്ട്. 30 അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട കേട്ടോ. 8ഉം 10ഉം ഉണ്ട്. അവർ തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 18 എന്ന് കിട്ടി. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ കഴിഞ്ഞിരിക്കുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. എത്രയാണോ തുക വരാനുള്ളത് അത് നമ്മൾ എഴുതുക. 30 അല്ലേ നമുക്ക് തുക വരാനുള്ളത്, മൈനസ് ചെയ്യുക. ഈ 18 എന്ത് ചെയ്യുക? അതിനകത്ത് നിന്ന് കുറയ്ക്കുക. നമ്മുടെ പരിപാടി കഴിഞ്ഞു. എത്രയാ? 30 നിന്ന് 18 കുറയ്ക്കുമ്പോൾ 12 ലഭിച്ചു. അവിടെ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒന്നുമില്ല സുഹൃത്തുക്കളെ. ഈ 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമ്മുടെ ശരിയായ ഉത്തരം 6ലേക്ക് നമ്മൾ എത്തും. ഈ ഒരു 3 സ്റ്റെപ്പോട് കൂടി നമ്മുടെ ആൻസറിലേക്ക് എത്തും. ഇത് നമ്മളൊരു 4-5 ക്വസ്റ്റ്യൻ ഇതുപോലത്തെ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമ്മൾ ഉത്തരത്തിലേക്ക് എത്തുന്നതാണ്. ഒന്നുമില്ല. അപ്പോൾ പ്രഭയ്ക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? 8 വയസ്സാണെന്ന് കരുതുക. രാജുവിന് 10 വയസ്സാണെന്ന് കരുതുക. ഇവരെ രണ്ടുപേരുടെ വയസ്സുകളുടെ തുക എത്രയാവണം? 30 ആകാനായിട്ട് എത്ര വർഷം എടുക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ ആദ്യം എന്താ ചെയ്യുന്നത്? അവരുടെ പ്രായങ്ങൾ തമ്മിൽ കൂട്ടുക. 8 പ്ലസ് 10 പ്രായങ്ങൾ തമ്മിൽ കൂട്ടിയപ്പോ 18 വയസ്സെന്ന് കിട്ടി. സ്റ്റെപ്പ് നമ്പർ 1 തീർന്നു. സ്റ്റെപ്പ് നമ്പർ 2 എന്താണ്? എത്രയാണോ ഈ തുകയാവേണ്ടത് ആ തുകയിൽ നിന്ന് ഇപ്പൊ കിട്ടിയ എന്ത് ചെയ്യുക? കുറയ്ക്കുക. അപ്പൊ 30 മൈനസ് 18 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും സുഹൃത്തുക്കളെ? 12 എന്ന് കിട്ടും. നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇങ്ങനെ സ്റ്റെപ്പ് വെച്ച് പറയണത് ഇവിടെ 12 കിട്ടുമ്പോൾ ഓപ്ഷനകത്ത് 12 കാണുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ തോന്നും. കൊടുക്കരുത്. നമുക്ക് തേർഡ് സ്റ്റെപ്പ് ഉണ്ട്. തേർഡ് സ്റ്റെപ്പ് പ്രകാരം 12നെ പിന്നെ എന്ത് ചെയ്യുക? 2 കൊണ്ട് ഭാഗിക്കുക. നമ്മുടെ ഉത്തരം 6 വന്നു. ഇതായിരിക്കും ഉറപ്പായിട്ടും ഇവർ രണ്ടുപേരുടെ വയസ്സ് 30 ആകാനായിട്ട് എടുക്കുന്ന സമയം അല്ലെങ്കിൽ വർഷം എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക. ഇത്രയുമായിരുന്നു നമ്മുടെ മത്സര പരീക്ഷകൾ പേപ്പറും പേനയും ഉപയോഗിക്കാതെ ഉത്തരത്തിലെത്താൻ കഴിയുന്ന 25 കണക്ക് ചോദ്യങ്ങൾ എന്നുള്ളത്. സുഹൃത്തുക്കൾ പഠിച്ചു വെക്കുക. ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ഉദ്യോഗാർത്ഥികളും ചിലപ്പോൾ ഉത്തരം ചെയ്തെന്ന് വരാം. അതുകൊണ്ട് ഇത്തരം ഉത്തരങ്ങൾ നിങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ പിന്നിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇത്ര നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ല ദിവസം.